Hi friends, in the economy 7th chapter, employment, growth, informalization and other issues. തൊഴിൽ വളർച്ച, അനൗപചാരിക വൽക്കരണം, മറ്റു വിഷയങ്ങൾ. ഇതിൽ ഒരു സ്റ്റഡി നോട്ട് തരികയാണ്. ഇതിൽ ആദ്യത്തെ ഒരു ചോദ്യം, ഹു ഈസ് എ വർക്കർ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? All persons who are engaged in economic activities and hence contribute to gross national product are workers. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന, വരുമാനം കിട്ടാൻ വേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് നമ്മൾ തൊഴിലാളികൾ എന്ന് പറയുന്നത്. വർക്കേഴ്സ്, തൊഴിലാളികൾ. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തൊഴിൽ പ്രത്യേകതകൾ. അതിലൊന്ന്, ഡ്യൂറിങ് 2004-2005 ഇന്ത്യ ഹാഡ് അബൌട്ട് 460 million വർക്ക് ഫോഴ്സ്. 75% ഓഫ് ദിസ് റൂറൽ വർക്ക് ഫോഴ്സ്. ഇന്ത്യയിൽ 2004-2005 കണക്ക് പ്രകാരം 46 കോടി തൊഴിലാളികളുണ്ട്. അതിൽ 70% ഓഫ് വർക്കേഴ്സ് ആർ മെൻ, 30% വുമൺ. 70% പുരുഷന്മാരാണ് തൊഴിലാളികൾ, 70% പുരുഷന്മാരാണ്, 30% സ്ത്രീകളാണ്. 93% വർക്കേഴ്സ് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. 93% of workers work in unorganized sector, 7% organized sector. 93% തൊഴിലാളികളും അനൗപചാരിക മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. 7% ഔപചാരിക മേഖല, സംഘടിത മേഖല. ചൈൽഡ് ലേബർ ഈസ് പ്രിവലൻ്റ് ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി. കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നത് ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ട്. മെനി വർക്കേഴ്സ്, എക്സാമ്പിൾ അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, ഹാവ് ഓൺലി സീസണൽ വർക്ക്. സീസണൽ വർക്ക് ചിലർക്ക്, ഇന്ത്യയിലെ പല തൊഴിലാളികൾക്കും ചില സീസണിൽ മാത്രമേ തൊഴിലുള്ളൂ, മറ്റ് സമയങ്ങളിൽ തൊഴിലില്ലായ്മ. ലോ വേജസ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അസംഘടിത മേഖലയിൽ കൂലി കുറവാണെന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. തൊഴിൽ പ്രത്യേകതകളാണ്. ഇനി വേറൊരാശയമാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, തൊഴിൽ ജനപങ്കാളിത്തം. മൊത്തം ജനങ്ങളിൽ എത്ര ശതമാനം തൊഴിലാളികളുണ്ട് എന്ന് പറയുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ വർക്കേഴ്സ് ടു ടോട്ടൽ പോപ്പുലേഷൻ. ഇതിൻ്റെ സൂത്രവാക്യം, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. മൊത്തം ജനങ്ങളിൽ എത്ര തൊഴിലാളികളുണ്ട് എന്ന് പറയുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ദിസ് റേഷ്യോ ഈസ് യൂസ്ഫുൾ ഇൻ നോയിങ് ദി പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ഈസ് ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പ്രൊഡക്ഷൻ ഇൻ എ കൺട്രി. ഒരു രാജ്യത്തിലെ എത്ര പേർ ദേശീയ വരുമാനത്തിലേക്ക് പങ്കെടുക്കുന്നുണ്ട്, അതാണ് ഈ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കാണിക്കുന്നത്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കൂടുകയാണ് വേണ്ടത് രാജ്യത്തിൽ. തൊഴിലാളികൾ കൂടുകയാണ് വേണ്ടത്. മൊത്തം ജനങ്ങളിൽ തൊഴിലാളികളുടെ എണ്ണം കൂടുകയാണ് വേണ്ടത്. ഇന്ത്യയിലൊരു കണക്കാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കണക്ക് കാണിക്കുന്നൊരു ടേബിളാണ്. അതിൽ ടോട്ടൽ വർക്കേഴ്സിൽ 54% കാണാം. ടോട്ടൽ വർക്കേഴ്സിൽ 54% ആൾക്കാർ പുരുഷന്മാരാണ്, 22% ആൾക്കാരാണ് സ്ത്രീകളുള്ളൂ. ഒപ്പം 39% മൊത്തം ജനസംഖ്യയിൽ മൊത്തം തൊഴിലാളികൾ. 39%, 39.2. അതിൽ അർബൻ റൂറൽ ഡിഫറൻസ് ഉണ്ട്. ഗ്രാമങ്ങളിൽ 54% പുരുഷന്മാർ വർക്ക് ചെയ്യുന്നു, 26% സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു. നഗരങ്ങളിൽ 54% പുരുഷന്മാർ വർക്ക് ചെയ്യുന്നു, 13% സ്ത്രീകളാണ് വർക്ക് ചെയ്യുന്നുള്ളൂ.
മൊത്തം നോക്കുകയാണെങ്കിൽ 40% റൂറൽ ഏരിയ, അർബൺ ഏരിയ 35%. അർബൺ ഏരിയയിൽ 35% ആൾക്കാരെ വർക്ക് ചെയ്യുന്നുള്ളൂ, റൂറൽ ഏരിയയിൽ 40% ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ 39% ആണ് വർക്ക് ഫോഴ്സ് ഇന്ത്യയിലെ. ഇനി സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ്. റീസൺസ് ഫോർ ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ബൈ വുമൺ. സ്ത്രീകൾ തൊഴിൽ പങ്കാളിത്തം കുറയാൻ കാരണം ഇതിലൊന്ന് ലോവർ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും സാക്ഷരതയൊക്കെ കുറവാണ്, അതാണ് ഒരു കാരണം. ദെൻ മെനി മെൻ വാണ്ട് ദെയർ വൈഫ്സ് ടു ബി ഹൗസ് വൈഫ്സ്. പല പുരുഷന്മാരും അവരുടെ ഭാര്യമാരെ കുടുംബിനിയാക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആക്കാനാണ് താല്പര്യം. അപ്പോൾ ജോലിക്ക് വിടാൻ താല്പര്യമില്ല. മെനി ആക്ടിവിറ്റീസ് ഫോർ ദ ഹൗസ് ഹോൾഡ് എൻഗേജ്ഡ് ഇൻ ബൈ വുമൺ ആർ നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് വർക്ക്. ദിസ് ലീഡ് ടു അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് വുമൺസ് വർക്ക്. വീട്ടമ്മമാരുടെ പല ജോലികളും നമ്മൾ ജോലിയായിട്ട് കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ വർക്കിലേക്ക് അത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ്. തൊഴിലാളിയെ എങ്ങനെയൊക്കെ തരംതിരിക്കാം? 3 തരംതിരിക്കുന്നുണ്ട്. ഒന്ന് സെൽഫ് എംപ്ലോയിഡ് ആണ്, സ്വയം തൊഴിൽ ചെയ്യുന്നവർ. സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ബോസില്ല. വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദെയർ ഓൺ എൻ്റർപ്രൈസസ് ടു ഏൺ ലിവിങ് ആർ കോൾഡ് സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്. എക്സാമ്പിൾ ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കീഴിലല്ലാതെ സ്വന്തമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർ. ഹോട്ടൽ ഓണേഴ്സ് ഉണ്ട്, ബ്ലാക്ക് സ്മിത്ത്, ഇതൊക്കെ സെൽഫ് എംപ്ലോയീസാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം കാഷ്വൽ വേജ് ലേബറേഴ്സാണ്. കൂലിക്കാരെന്ന് പറയാം, കൂലിത്തൊഴിലാളികൾ. വർക്കേഴ്സ് ഹു ഗോട്ട് ഡെയിലി വേജസ് ആർ കോൾഡ് കാഷ്വൽ വേജ് ലേബറേഴ്സ്. ദിവസക്കൂലിക്കാരെയാണ് നമ്മൾ കാഷ്വൽ വേജ് ലേബറേഴ്സ് എന്ന് പറയുന്നത്. ദ ഗെറ്റ് നോ അലവൻസസ്. എക്സാമ്പിൾ ഫാം വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എക്സെട്ര. നിർമ്മാണ തൊഴിലാളികൾ, കൃഷിത്തൊഴിലാളികൾ, കാർഷിക തൊഴിലാളികൾക്ക് ഇതിൽപ്പെടും. വേജ് എംപ്ലോയീസ്, അവരുടെ അവസ്ഥ വളരെ മോശമാണെന്നുള്ളതാണ്. കാഷ്വൽ വേജ് ലേബറേഴ്സിൻ്റെ അവസ്ഥ വളരെ മോശം. മൂന്നാമത്തത് റെഗുലർ സാലറീഡ് എംപ്ലോയീസ് ആണ്. പീപ്പിൾ എംപ്ലോയിഡ് ഇൻ ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് ഗെറ്റിംഗ് റെഗുലർ സാലറി ആൻഡ് അലവൻസസ് ആർ കോൾഡ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ്. ഗവൺമെൻറ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, ബാങ്ക് സ്റ്റാഫ് എക്സെട്ര. സ്ഥിര തൊഴിലാളികൾ അല്ലെങ്കിൽ സാലറി ലഭിക്കുന്ന തൊഴിലാളികൾ, ഇത് ഗവൺമെൻറ് മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലായിരിക്കാം. സ്ഥിരം തൊഴിലുള്ള അല്ലെങ്കിൽ പെൻഷൻ സൗകര്യമുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റുന്ന തൊഴിലാളികളാണ് സാലറീഡ് എംപ്ലോയീസ്. ഇന്ത്യയിലെ ഒരു വർക്ക് ഫോഴ്സിൻ്റെ ഒരു ഡിവിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. മൊത്തം തൊഴിലാളികളിൽ സെൽഫ് എംപ്ലോയിഡ് എത്രയുണ്ട്, റെഗുലർ സാലറീഡ് എത്രയുണ്ട്, കാഷ്വൽ ലേബറേഴ്സ് എത്രയുണ്ട് എന്ന് കാണിക്കുന്നൊരു ഇതാണ്. ഇതിലാദ്യം നമുക്ക് ടോട്ടലാണ് നോക്കേണ്ടത്. ടോട്ടൽ തൊഴിലാളികളിൽ 52% സെൽഫ് എംപ്ലോയിഡ് ആണ്, 18% സാലറീഡ് പീപ്പിളാണ്, 30% കൂലിക്കാരാണ്. ഗ്രാമനഗര വ്യത്യാസമുണ്ട്. മൊത്തം ഗ്രാമങ്ങളിൽ 56% സെൽഫ് എംപ്ലോയിഡ് ആണ്, 9% സാലറീഡ് ഉള്ളൂ, 35% കൂലിക്കാരാണ്. ഈ നഗരങ്ങളിൽ നോക്കുകയാണെങ്കിൽ 42% സെൽഫ് എംപ്ലോയിഡ് ഉള്ളൂ, സാലറീഡ് കൂടുതലുണ്ട്, 43% ആൾക്കാരുണ്ട്, 15% കൂലിക്കാർ. അപ്പം നഗരങ്ങളിൽ കൂലിക്കാർ കുറവാണെന്ന് കാണാം. ഇനി സ്ത്രീ പുരുഷ വ്യത്യാസം. സെൽഫ് എംപ്ലോയിഡ് 51%. മൊത്തം സ്ത്രീകളിൽ 51% ആൾക്കാർ സെൽഫ് എംപ്ലോയിഡ് ആണ്, 20% സാലറീഡാണ്, 29% പുരുഷന്മാരാണ് മെയില്. പുരുഷന്മാരിൽ 51% സെൽഫ് എംപ്ലോയിഡ് ആണ്, 20% സാലറി കിട്ടുന്നവരാണ്, 29% കൂലിക്കാരാണ്, മൊത്തം 100. ഈ സ്ത്രീകളിൽ 56% സെൽഫ് എംപ്ലോയിഡ് ആണ്, 13% സാലറി കിട്ടുന്നവരുള്ളൂ, കുറവാണ്,
കാഷ്വൽ വേജ് ലേബറേഴ്സ് 31%. കൂലിക്കാർ കൂടുതലാണ് സ്ത്രീകളിൽ. സ്ത്രീകളിൽ സാലറി കിട്ടുന്നത് വളരെ കുറവാണ്, 13%. ഇനി അടുത്തത് നമുക്ക് തൊഴിലാളികളെ സമ്പദ് വ്യവസ്ഥയിലെ പല മേഖലകളിലായി തരംതിരിച്ച് പറയാം. കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല, എങ്ങനെയൊക്കെ. അപ്പോൾ അതിലൊരു ചോദ്യ സാധ്യതകളാണ്: വാട്ട് ആർ ദി ഡിഫറെൻറ്റ് പ്രൊഡക്റ്റീവ് സെക്ടേഴ്സ് ഇൻ എക്കോണമി? സമ്പദ് വ്യവസ്ഥയിലെ ഉൽപ്പാദന മേഖലകൾ ഏതൊക്കെ? പ്രധാനമായിട്ട് 3 മേഖലയാണ്: പ്രൈമറി സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. Generally, we have divided all economic activities into 8 different industrial divisions. They are മൊത്തം 8 തിരിക്കാം. പ്രധാനമായിട്ട് 3 അതിൽ മൊത്തം പറയുകയാണെങ്കിൽ 8 തരംതിരിക്കാം. അതിലൊന്ന് പ്രാഥമിക മേഖല, കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. 2 മൈനിങ് ആൻഡ് ക്വാറി, ഖനനം, കൃഷി അനുബന്ധ തൊഴിലുകളും. പിന്നെ മൈനിങ്, ഖനനം, ക്വാറി. ഇനി രണ്ടാമത് സെക്കൻഡറി സെക്ടറിൽ അപ്പം 1, 2, മൂന്നാമത്തെ വരുന്നത് മാനുഫാക്ചറിങ്, നിർമ്മാണ പ്രവർത്തികളാണ്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ഉൽപ്പാദനത്തെ ഉദ്ദേശിക്കുന്ന, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ളതാണ് മാനുഫാക്ചറിങ്. 4മത്തെ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ. 5മത്തെ കൺസ്ട്രക്ഷൻ, നിർമ്മാണം, ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സേവന മേഖല, സേവന മേഖലയായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ഉണ്ട്. 6മത്തെ ട്രേഡ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, സർവീസസ്. ഇങ്ങനെ മൊത്തം 8 മേഖലയാണുള്ളത്. പ്രധാന മേഖലകൾ കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല 3. അതിൽ മൊത്തം 8 ഉപവിഭാഗങ്ങളായിട്ടുണ്ട്. അതിലൊന്ന് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. 2 മൈനിങ് ആൻഡ് ക്വാറിയിങ് ആണ്. 3 മാനുഫാക്ചറിങ് ആണ്. 4 ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈ ആണ്. 5 കൺസ്ട്രക്ഷൻ ആണ്. 6 ട്രേഡ് ആണ്. ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്. 8 സർവീസസ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ എക്കോണമി? സമ്പദ് വ്യവസ്ഥയിലെ തൊഴിലാളികൾ ഏതൊക്കെ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നു, കാർഷിക മേഖലയിൽ എത്ര, വ്യവസായ മേഖലയിൽ എത്ര, സേവന മേഖലയിൽ എത്ര എന്ന് തരംതിരിച്ച് പറയാൻ ഇത് ഉപകരിക്കും. ഈ മേഖലകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുന്നതല്ലാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കേഴ്സ്, ഇങ്ങനെ കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല ഇങ്ങനെ തരംതിരിക്കുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കേഴ്സ് ബൈ ഇൻഡസ്ട്രി, കൃഷിയിൽ എത്ര, വ്യവസായത്തിൽ എത്ര, സേവന മേഖല എത്ര. As an economy grows, the share of agriculture in GDP declines and industry and services increases. ഒരു രാജ്യം വളർച്ച പ്രാപിക്കുമ്പോൾ കാർഷിക മേഖലയിൽ നിന്നുള്ള തൊഴിൽ പങ്കാളിത്തം കുറയും. അതുപോലെ തന്നെ GDP-യിലേക്കുള്ള സംഭാവനയും കുറയും. അതുപോലെ തന്നെ സേവന, വ്യവസായ മേഖലയിൽ നിന്നുള്ള സംഭാവന വർദ്ധിക്കും. At higher level of development, services sector will employ more persons than industry. ഇന്ത്യയിലെ ഒരു തരംതിരിവാണ്, തൊഴിലാളികളുടെ ഒരു തരംതിരിവാണ്. മൊത്തം തൊഴിലാളികൾ എത്ര പേർ വർക്ക് ചെയ്യുന്നു? ഇതിലാദ്യം നമുക്ക് ടോട്ടൽ നോക്കാം. മൊത്തം തൊഴിലാളികൾ അതിൽ 48% കാർഷിക മേഖലയിലാണ്, പ്രൈമറി സെക്ടർ. 24% വ്യവസായ മേഖല. 26% സേവന മേഖല. മൊത്തമാണ് ആദ്യം നോക്കേണ്ടത്. മൊത്തത്തിൽ പകുതിയും കാർഷിക മേഖലയാണ്. ഇത് സ്വാതന്ത്ര്യ സമയത്തൊക്കെ 75% ഉണ്ടായിരുന്നു. ആ വ്യത്യാസം നോക്കുക. 50%, 49% കുറഞ്ഞു. കൃഷിയിൽ വർക്ക് ചെയ്യുന്നവർ 49%, വ്യവസായം 24%, സേവന മേഖല 27%. ഇനി അതിൽ ഗ്രാമനഗര വ്യത്യാസം നോക്കാം. മൊത്തം തൊഴിലാളികളിൽ ഗ്രാമങ്ങളിൽ 66% കാർഷിക മേഖലയിലാണ്, 16% വ്യവസായ മേഖലയാണ്, 17% സേവന മേഖല. ഈ നഗരങ്ങളിൽ വ്യത്യാസമുണ്ട്. കൃഷിയിൽ തൊഴിൽ ചെയ്യുന്ന 9% വളരെ കുറവാണ്. ഇനി വ്യവസായ മേഖല 31%, സേവന മേഖല ഏറ്റവും കൂടുതൽ 60% ആൾക്കാർ. നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യുന്നവർ സേവന മേഖലയിലാണ്. ഈ സ്ത്രീ പുരുഷ വ്യത്യാസം നോക്കാം. മൊത്തം സ്ത്രീകളിൽ 43% കൃഷിയിലാണ്, 25% മൊത്തം പുരുഷന്മാരിൽ പുരുഷന്മാരിൽ 43% കൃഷിയാണ്, കൃഷി ചെയ്യുന്നവരാണ്. 25% വ്യവസായ മേഖല, 30% സേവന മേഖല. ഈ സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ 62% കാർഷിക മേഖലയിലാണ്. ശ്രദ്ധിക്കേണ്ടതാണ്, സ്ത്രീകളാണ് കാർഷിക മേഖലയിൽ കൂടുതൽ. മൊത്തം സ്ത്രീകൾ 62% പേരും കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരാണ് ഗ്രാമങ്ങളിൽ. വ്യവസായ മേഖല 20% ആൾക്കാർ, 17% ആൾക്കാർ മാത്രമാണ് സേവന മേഖലയിൽ. ആണ് ഒരു തരം ഇൻഡസ്ട്രിയൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്കേഴ്സ് എന്ന് പറയും. ഈ ഗ്രോത്ത് ആൻഡ് ചേഞ്ച് ഇൻ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഒരു രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിക്കുമ്പോൾ GDP വർദ്ധിക്കണമെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വളരണം എന്നാണ്, തൊഴിൽ വളരണം. സാധാരണ അവസ്ഥയിൽ എംപ്ലോയ്മെൻറ്റ് വളർച്ചയും GDP വളർച്ചയും ഒരുമിച്ച് പോകുന്നതാണ്.
GDP കൂടിയാൽ എംപ്ലോയ്മെൻറ്റ് കൂടിയാൽ GDP കൂടും. എന്നാൽ ഇന്ത്യയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാം. ടേബിൾ കാണിക്കുന്നത് നോക്കാം. ഇതിൽ താഴത്തെ ഗ്രാഫ് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് കാണിക്കുന്നതാണ്, മുകളിലത്തത് GDP ഗ്രോത്ത് കാണിക്കുന്നതാണ്. GDP കുറഞ്ഞപ്പോൾ ഇവിടെ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടായത് കാണാം. ഇനി GDP വർദ്ധിച്ചപ്പോൾ എംപ്ലോയ്മെൻറ്റ് കുറഞ്ഞതായും കാണാം. ഇങ്ങോട്ട് കുറഞ്ഞ കാണാം. ഇവിടെ GDP വർദ്ധിച്ചതാണ്, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു. അതിന് ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് കുറയുക, GDP വർദ്ധിച്ചപ്പോഴും എംപ്ലോയ്മെൻറ്റ് കുറയുന്ന സ്ഥിതി ജോബ്ലെസ് ഗ്രോത്ത് എന്നറിയപ്പെടുന്നു. GDP growth improved after 1992, but employment growth rate declined. GDP growth ഉണ്ടായിട്ടും തൊഴിൽ വളർച്ച ഉണ്ടായിട്ടില്ല. ഇതിനറിയപ്പെടുന്നത് ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ്, തൊഴിൽ രഹിത വളർച്ച. അപ്പോൾ GDP ഗ്രോത്തും എംപ്ലോയ്മെൻറ്റ് ഗ്രോത്തും കാണിക്കുന്ന ഒരു ടേബിളാണിത്. സാധാരണ അവസ്ഥയിൽ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ GDP ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു പൂർണ്ണമായൊരു ബന്ധം നമുക്ക് കാണാൻ പറ്റില്ല. ഇനി അടുത്തത് തൊഴിലാളികളെ പല രൂപത്തിൽ നമുക്ക് തരംതിരിക്കാം. കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ, വ്യവസായ മേഖലയിൽ, സേവന മേഖലയിൽ ചെയ്യുന്നവർ. ഈ സെൽഫ് എംപ്ലോയിഡ് എത്ര, സാലറീഡ് എത്ര, കാഷ്വൽ വേജ് ലേബേഴ്സ് എത്ര എന്ന് തരംതിരിച്ച് പറയാം. ഇതിലാദ്യം മൊത്തം നോക്കാം. മൊത്തം തൊഴിലാളികൾ 49% കൃഷിയിലാണ്, 24% വ്യവസായ മേഖല, 26% സേവന മേഖല. ഇവിടെ നോക്കാം, മൊത്തം തൊഴിലാളികളിൽ 52% സെൽഫ് എംപ്ലോയിഡ് ആണ്, 18% സാലറീഡാണ്, 30% കൂലിക്കാരാണ്. ഇവിടെ നോക്കാം, ഈ കൂലിക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഈ കോളം 23%, 28%, 31%, 32%. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ ഈ 1972, 2011 കാലത്ത്, ആ കാലഘട്ടത്തിൽ കൂലിത്തൊഴിലാളികൾ വർദ്ധിച്ചതായിട്ട് കാണാം. 30% വർദ്ധിച്ചു. ഇതിനെയാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. കാഷ്വലൈസേഷൻ, അങ്ങനെ ഒരു പ്രത്യേക ചോദ്യമുണ്ട്. എക്സ്പ്ലെയിൻ ദ ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്, അല്ലെങ്കിൽ കാഷ്വലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. ഇന്ത്യൻ തൊഴിലാളികളുടെ അനൗപചാരികവൽക്കരണം. ഒരു ചോദ്യസാധ്യതകളാണ്. 4 മാർക്ക് 5 മാർക്ക് നമുക്ക് ചോദിക്കും. ഇന്ത്യൻ തൊഴിലാളികളെ അനൗപചാരികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂലിത്തൊഴിലാളികൾ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ നോക്കാം, കൂലിത്തൊഴിലാളികൾ ഈ കാലഘട്ടത്തിൽ 72, 2000 ആ കാലഘട്ടത്തിൽ കൂടിയതായി കാണാം. അതിനെയാണ് കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ് ടു കാഷ്വൽ വേജ് വർക്കേഴ്സ് ഈസ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. Casual workforce get only low wages, no paid leave, no pension. Their working and living conditions are not satisfactory. ഇതാണ് കാഷ്വൽ വേജ് ലേബേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുകയാണെങ്കിൽ ഈ തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമാണെന്നുള്ളതാണ്. കൂലി കുറവായിരിക്കും, പെൻഷൻ ഉണ്ടാവില്ല, മറ്റ് അലവൻസുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇന്ത്യയിൽ ഈ കൂലിക്കാർ കൂടിക്കൊണ്ടൊരവസ്ഥയാണ്. All the public sector, private sector establishments which employ 10 hired workers or more are called formal sector or organized sector employees. അപ്പം സാലറി കിട്ടുന്ന തൊഴിലാളികൾ, അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനമായിരിക്കാം അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനമായിരിക്കാം. സ്വകാര്യ സ്ഥാപനത്തിൽ 10 കൂലിക്കാരിലധികം ഉണ്ടെങ്കിൽ, വർക്കേഴ്സിലധികം ഉണ്ടെങ്കിൽ അത് സംഘടിത മേഖലയാണ്. ഇന്ത്യയിലെ തൊഴിൽ മേഖല ഒരു ഡിവിഷനാണ് കാണിക്കുന്നത്. വർക്കർ, ഫോർമൽ സെക്ടർ, ഇൻഫോർമൽ സെക്ടർ. 2000 കണക്കുണ്ട്, 2010 കണക്ക്. സ്ത്രീകൾ, പുരുഷന്മാർ. സംഘടിത മേഖല, അസംഘടിത മേഖല. പുരുഷന്മാർ 23 ദശലക്ഷം ഫോർമൽ സെക്ടറിലാണ്, 249 ദശലക്ഷം അസംഘടിത മേഖലയിലാണ്. സ്ത്രീകളിൽ 4.8 ദശലക്ഷം സംഘടിത മേഖല, 118 ദശലക്ഷം ഇൻഫോർമൽ സെക്ടർ. 2009 ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. പുരുഷന്മാരിൽ 29 ദശലക്ഷം, 29 മില്യൺ വർക്ക് ഫോഴ്സ് ഉണ്ട്. ഫോർമൽ സെക്ടർ, ഇൻഫോർമലിൽ 300 മില്യൺ ഉണ്ട്, 30 കോടി പറയാം. 6 മില്യണാണ് ഫീമെയിൽ ഇൻഫോർമൽ സെക്ടറിൽ,
ഫോർമൽ സെക്ടറിൽ 6 മില്യൺ, ഇൻഫോർമൽ സെക്ടറിൽ 139. അപ്പോൾ ഈ അസംഘടിത മേഖലയിലാണ് തൊഴിലാളികൾ കൂടുതലുള്ളതെന്നുള്ളത് ഈ ടേബിൾ കാണാം. ഇത് അസംഘടിത മേഖലയാണ്, ഇത് സംഘടിത മേഖലയാണ്. എല്ലാം കൂടുതൽ സംഘടിത മേഖലയിൽ തൊഴിലാളികളാണ് കൂടുതലെന്ന് കാണാം. Central and state government have initiated measures to provide social security to informal sector workers. ഇന്ത്യയിൽ അസംഘടിത മേഖലയിലെ കൂലിത്തൊഴിലാളികളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് പ്രത്യേകം ശ്രമം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. കൂലി തൊഴിലാളികളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ഭാഗം നമുക്ക് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ എന്നുള്ളതാണ്. തൊഴിൽ ചെയ്യാൻ കഴിവും സന്നദ്ധതയുള്ളവർക്ക് തൊഴിലില്ലാത്ത സ്ഥിതിയാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. വൺ ഹു ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് ഫോർ ഈവൺ 1 hour ഇൻ ഹാഫ് എ ഡേ ഈസ് കോൾഡ് അൺഎംപ്ലോയിഡ്. സോഴ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ. തൊഴിലില്ലായ്മയിൽ പിന്നെ ഡാറ്റ കിട്ടുന്നത് റിപ്പോർട്ട്സ് ഓഫ് NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അതിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് തൊഴിലില്ലായ്മയെ പറ്റി വിവരങ്ങൾ കിട്ടും. റിപ്പോർട്ട് ഓഫ് സെൻസസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ നിന്ന് കിട്ടും. ദെൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് തൊഴിലില്ലായ്മയെ പറ്റിയുള്ള ഡാറ്റകൾ കിട്ടുന്നത്. ഇനി പലതരം തൊഴിലില്ലായ്മകളാണ്. അതിലും ഒന്ന് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. തൊഴിൽ ചെയ്യാൻ കഴിവും സന്നദ്ധതയുള്ളവർക്ക് തൊഴിലില്ലാത്ത സ്ഥിതിയാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് എ പേഴ്സൺ ഈസ് വില്ലിംഗ് ടു വർക്ക് ബട്ട് നോട്ട് ഗെറ്റ് വർക്ക് ഈസ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. തൊഴിൽ ചെയ്യാൻ കഴിവും സന്നദ്ധതയുള്ളവർക്ക് തൊഴിലില്ലാത്ത സ്ഥിതിയാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണിത്. കുറേ പേർ തൊഴിലാളികൾ ഒഴിവാക്കിയാലും കാർഷിക ഉൽപ്പാദനത്തിൽ മാറ്റം വരില്ല. കാർഷിക മേഖലയിൽ കൂടുതൽ പേർ തൊഴിൽ ചെയ്യുന്ന സ്ഥിതിയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. കുറേ ആൾക്കാരെ മാറ്റിയാലും ഉൽപ്പാദനത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് മോർ പീപ്പിൾ ആർ എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചർ ദാൻ നെസസറി. കാർഷിക മേഖലയിൽ ആവശ്യത്തിലധികം പേർ തൊഴിൽ ചെയ്യുന്നതിനെയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. If some people employed in agriculture are withdrawn, output will not decline. കുറച്ച് പേരെ ഈ കാർഷിക മേഖലയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോലും ഉൽപ്പാദനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പം കുറേ ആൾക്കാർ കാർഷിക തൊഴിലാളികളാണെന്ന് പറയുന്നുള്ള അവരുടെ ഉൽപ്പാദനമൊന്നും ഇല്ല. വേറെ എന്താണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ചില കാലത്ത് തൊഴിലുണ്ടാവും, ചില കാലത്ത് തൊഴിലുണ്ടാവില്ല. കാലിക തൊഴിലില്ലായ്മ. ചില കാലത്ത് തൊഴിലുണ്ടാവും, ചില കാലത്ത് തൊഴിലില്ലായ്മ. Agricultural laborers in India remains unemployed for about 6 months on an average in a year. This is seasonal unemployment. ഇന്ത്യയിലെ കാർഷിക തൊഴിലാളികൾ ഏകദേശം ഒരു വർഷത്തിൽ 6 മാസം തൊഴിലില്ലാതെ ഇരിക്കുന്നു. ഇതിനെയാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. 6 മാസം തൊഴിലില്ലായ്മ അനുഭവിക്കുന്നു. ഒരു വർഷത്തിൽ പകുതി സമയം തൊഴിലില്ലായ്മ. ചില സീസണിൽ മാത്രമേ തൊഴിലുള്ളൂ, ചില സീസണിൽ തൊഴിലില്ല. വിത്ത് വിതയ്ക്കുന്ന സമയത്തും കൊഴിയുന്ന സമയത്തൊക്കെ തൊഴിലുണ്ടാവും, അല്ലാത്ത സമയത്ത് തൊഴിലുണ്ടാവില്ല. ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്, ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. സമ്പദ് വ്യവസ്ഥയിൽ ടെക്നോളജി മാറുമ്പോൾ ഉണ്ടാകുന്ന തൊഴിലില്ലായ്മ. യന്ത്രവൽക്കരണമൊക്കെ വരുന്ന സമയത്ത് കുറേ പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാം. അതാണ് ടെക്നിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി സാങ്കേതികവിദ്യ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ യന്ത്രവൽക്കരണം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തൊഴിലില്ലായ്മയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ഇതിൽ അണ്ടർഎംപ്ലോയ്മെൻറ്റ് എന്നൊരു കാറ്റഗറി ഉണ്ട്. അണ്ടർഎംപ്ലോയ്മെൻറ്റ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ യോഗ്യതയ്ക്കും അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് തൊഴിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അണ്ടർഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്പതൊഴിൽ. അണ്ടർഎംപ്ലോയ്മെൻറ്റ്. If a person is willing to work 8 hours in a day but only gets 2 hours in a day, that is underemployment. ഒരു വ്യക്തിക്ക് 8 മണിക്കൂർ തൊഴിൽ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തിൽ 2 മണിക്കൂർ മാത്രമാണ് തൊഴിലെങ്കിൽ അത് അല്പതൊഴിൽ എന്നാണ് പറയുക, അണ്ടർഎംപ്ലോയ്മെൻറ്റ്. ഇത്രയാണ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, താങ്ക് യു.